എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലക്ഷദ്വീപിലേക്കാണ് ഇന്നത്തെ യാത്ര. എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനും ലക്ഷദ്വീപിലേക്ക് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബസ്സിലാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ ഏറ്റവും വളരെ എളുപ്പത്തിൽ വലിയ തിരക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും. ഒറ്റയ്ക്കൊക്കെ ഇൻഡിവിജ്വലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ സൗകര്യപ്രദമാണ് ഈ ബസ് സർവീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അത്രയും വളരെ മനോഹരമാണ്, നല്ല അറേഞ്ച്മെൻറ്റ്സാണ്. അപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. ചെക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. പൊതുവെ തിരക്കുണ്ട്. എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈ 91 എന്നുള്ള ഫ്ലൈറ്റായിരുന്നു. നമ്മുടെ അഗത്തി ഐലൻഡിലേക്കാണ്. അപ്പോൾ അത്യാവശ്യം യാത്രക്കാരുണ്ടായിരുന്നു, സന്ദർശകരുണ്ടായിരുന്നു. ആ പോകുന്ന വഴിക്ക് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് ഗേറ്റിലേക്ക് പോകുന്ന സമയത്ത് കേരള കലാങ്കണം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഏരിയ കാണാനായിട്ട് വളരെ മനോഹരമായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേരള തനിമ വിളിച്ചോതുന്ന കഥകളിയും ചെണ്ടമേളവും മിനുക്കുവേഷം അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേക ലൈറ്റിങ്ങും. എന്താ പറയുക, ശരിക്കും എനിക്ക് തോന്നി ഇത് ഇൻ്റർനാഷണലിലൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നത് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മുടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം പൂർത്തിയായി നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോവാണ്. പറഞ്ഞിരിക്കുന്ന ഗേറ്റ് 11 അപ്പോൾ 11 നമ്പർ ഗേറ്റിലേക്ക് എത്തുകയാണ്. അവിടെ അഗത്തി ഐലൻഡിലേക്ക് അല്പം ഇന്നും ഫ്ലൈറ്റ് ലേറ്റാണ്. എന്തായാലും കുറച്ച് ലേറ്റാണ്. കുറച്ച് സന്ദർശകരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അഗത്തി ഐലൻഡിലേക്കാണ്. ഏകദേശം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഞാൻ ഏകദേശം ഉച്ച സമയത്താണ് എത്തിയത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് റെഡിയാണ്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നമ്മളെ ബസ്സിലാണ് കൊണ്ടുപോവുക. അവിടേക്ക് എത്തുന്ന അവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി ഫ്ലൈറ്റിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. ഒട്ടനവധി യാത്രക്കാർ, മലയാളികളായിട്ടുള്ള ഒട്ടനവധി യാത്രക്കാർ എന്നോടൊപ്പം ഈ ഫ്ലൈറ്റിലുണ്ട്. അപ്പോൾ വിൻഡോ സൈഡ് തന്നെ കിട്ടി. വളരെ എക്സൈറ്റ്മെൻറ്റാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ആകെ ആ ഫ്ലൈറ്റ് നമ്മൾ എടുത്തു. കൊച്ചിയുടെ ഒരു സൗന്ദര്യം, അത് ഇത്രയും ക്ലിയറായിട്ട്, കുറേ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് ഇന്നായിരുന്നു. എത്ര മനോഹരമായിട്ടാണ്. കാരണം നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് താഴെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട്, വളരെ വ്യക്തമായിട്ട് എന്താണ് ആ ഒരു സൗന്ദര്യം എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴാണ്. താഴെ നമുക്ക് നമ്മുടെ റെയിൽവേ പാളമൊക്കെ കാണാം. എത്ര മനോഹരമാണ് നമ്മുടെ നാടെന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് ഈ പറയുന്നത്. വളരെ അടിപൊളിയാട്ടോ. നമുക്കിങ്ങനെ മേളിൽ നിന്ന് കാണുമ്പോഴേ നമ്മുടെ നാടിൽ നമുക്കെല്ലാം പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായിരിക്കും ഇതൊക്കെ. ഇത് കാണുന്നവർക്കറിയാം, എല്ലാം പരിചയമുള്ള സ്ഥലങ്ങൾ തന്നെ. ഇത്രയും ക്ലിയറായിട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ഈ കാര്യം കണ്ട് ഇങ്ങനെ ഇതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് തന്നെ. അതെന്ത് രസമാണ് താഴെ, കാരണം ഇത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും വരുന്നവർക്ക് രാത്രിയിലായതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് സ്ഥലം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എവിടെയാണ് ഏരിയ എന്നൊക്കെ. അപ്പോൾ ഒരു ചെറിയ ഫ്ലൈറ്റായിരുന്നു, ഫ്ലൈ 91. അവിടെ നമുക്കറിയാം ചെറിയ എയർപോർട്ടാണ് അഗത്തിയിൽ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മുടെ അതിർത്തി നമ്മൾ കടക്കാൻ പോവുകയാണ്. കടലിലേക്ക് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഭാഗമാണ്. മേഘങ്ങളിങ്ങനെ പറന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴയൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ല തെളിച്ചം ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് ഇത്രയും ക്ലിയറായിട്ട് വ്യക്തമായിട്ട്
ഈ ദൃശ്യം പകർത്താനായിട്ട് പറ്റിയത്, കാണാനായിട്ട് പറ്റിയത്. ആ ഒരു പച്ചപ്പിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും ഈ ഒരു സമയത്ത്. ഇത് കാണുന്നവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ പറയുക, വെള്ളി മേഘങ്ങളും വെളുത്ത മേഘങ്ങളും താഴെ പച്ചപ്പട്ട് വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയും അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? കവികളൊക്കെ പാടിയതുപോലെ എത്ര മനോഹരമാണ് നമ്മുടെ നാട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള നമ്മുടെ സുന്ദരമായ ആ നാട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു അത്ഭുത ദ്വീപെന്ന് നമുക്ക് പറയാം അല്ലേ? ലക്ഷദ്വീപിലേക്ക് എന്താണ് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ പോലെ അത്ര ഫോർമാലിറ്റീസ് ഒന്നും ഇപ്പം ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനും യാത്ര പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തത്. നമുക്ക് പണ്ടത്തെ പോലെ ഒത്തിരി ഫോർമാലിറ്റീസ് അത്രയും താരതമ്യം ചെയ്യുമ്പോൾ അത്രയും വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ പോകുന്നവർക്ക് പോകാം. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോഴാണ് സമയം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോയത്. നോർമലി എൻ്റെ സമയം എന്നുള്ളത്, എൻ്റെ ഒരു സീസൺ ടൈം എന്നുള്ളത് ഏകദേശം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ സമയമുള്ളതുകൊണ്ട്, അന്ന് സമയം ഫ്രീ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു സമയത്ത് ഞാൻ പോയത് ജൂലൈ ആണ്. അപ്പോൾ ആ സമയത്ത് പോകാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നഭൂമി തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക, ഒരിക്കലെങ്കിലും അത് കാണണം. നോക്കുക, നല്ല വെളുത്ത മേഘങ്ങളെ നമുക്ക് കാണാം. താഴെ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ആ ഒരു സുന്ദര ഭൂമിയെ നമുക്ക് കാണാം. ഏകദേശം നമ്മുടെ അതിർത്തി കടന്നു, നമ്മൾ കടലിലേക്ക് ഇറങ്ങി. ഇനി ഈ പറയുന്നത് പോലെ എങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് താഴെ കടലുകൾ നമുക്ക് കാണാൻ പറ്റും. വെളുത്ത മേഘങ്ങൾ ഇങ്ങനെ പറന്ന് ക്ലിയർ ക്ലൈമറ്റ് ആയതുകൊണ്ടാവാം അത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. താഴെ വിശാലമായ കടൽ നമുക്ക് കാണാം. ഏകദേശം 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഈ ആകാശത്തിലെ മേഘങ്ങളോടൊപ്പം തന്നെ താഴെ കടൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ദ്വീപിലേക്ക് എത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് 1-2 ചെറിയ ദ്വീപുകൾ, നമുക്ക് അഗത്തി ഐലൻഡ് നമുക്ക് ദൂരെ കാണാം. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എത്ര മനോഹരമായ, എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പോകാനായിട്ട് ഒരിക്കലെങ്കിലും പോകാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അവിടേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നല്ല സ്ഫടിക തുല്യമായ വെള്ളമാണ്. കടലിൻ്റെ അടിത്തട്ട് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന തെളിഞ്ഞ നീല ജലാശയമാണ് ലക്ഷദ്വീപ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇല്ലേ? തീരങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം അത് തന്നെയാണ്. വെള്ള മണൽ തീരങ്ങളാണ് കൂടുതലും. വെള്ള മണൽ നിറഞ്ഞ ശാന്തവും മനോഹരമായ തീരങ്ങളാണ് നമുക്ക് കാണാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞപ്പോൾ സൂര്യപ്രകാശത്തിൽ നമുക്കറിയാം 7 നിറങ്ങളുണ്ട് അല്ലേ? സൂര്യപ്രകാശം കടലിലേക്ക് പതിക്കുമ്പോൾ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് തുടങ്ങിയ വലിയ തരംഗദൈർഘ്യമുള്ള വേവ്ലെങ്ത്തുള്ള നിറങ്ങളെ വെള്ളം ആഗിരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറിയ തരംഗദൈർഘ്യമുള്ള നീല നിറം വെള്ളത്തിൻ്റെ തന്മാത്രകളിൽ തട്ടി എല്ലാ ദിശയിലേക്കും ചിതറുകയും അത് നമ്മുടെ കണ്ണിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നീല നിറം ഇത്ര വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് കാണാൻ പറ്റുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഒരു നീല നിറം. അതോടൊപ്പം നമുക്കറിയാം വെളുത്ത മണലാണ് ഇവിടുത്തെ. അല്ല, ഇത് കണ്ടിട്ടുള്ളവർക്കും, മുമ്പ് ഇവിടെ പോയിട്ടുള്ളവരും ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കും അറിയാം. നല്ല വെളുത്ത മണലാണ്. ഇത് തന്നെയാണ് ഇവിടെ പ്രത്യേകത. അപ്പോൾ നമ്മളിതേ അഗത്തി ഐലൻഡിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാണ്. അപ്പോൾ ആ ലാൻഡിങ് സമയത്ത് തന്നെ നമുക്ക് താഴത്തെ ആ ഒരു പ്രത്യേകത നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ബോട്ടുകൾ, വെളുത്ത മണൽത്തരി, നീല നിറത്തിലുള്ള വെള്ളം, ആഹാ
അതിനോട് ചേർന്ന് താമസിക്കുന്ന കുറേ ആളുകൾ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. നല്ല ഉച്ച സമയമാണ്, ഏകദേശം ഒരു 3:45 ഉച്ച കഴിഞ്ഞു, 3:45 ആയ സമയത്താണ് ഞാനവിടെ എത്തുന്നത്. ഇപ്പോൾ ഫ്ലൈ 91 എന്നുള്ള ഫ്ലൈറ്റ് നേരെ അഗത്തി ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്തു. ഇൻഡിഗോയും ഉണ്ട്, ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട്. അലയൻസ് എയർ ഉണ്ട്, സർവീസ് നടത്തുന്നുണ്ട്. ഗോവയിൽ നിന്ന് സർവീസ് ഉണ്ട്. കൊച്ചിയിൽ നിന്നാണ് ഞാൻ പോയത്. സാധാരണ ചെറിയ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെവിയിലുണ്ടാകുന്ന വേദനയോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. നിറയെ പച്ചപ്പ് നമുക്ക് ഇരുവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഫ്ലൈറ്റ് നിന്നു. നമ്മൾ പതുക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അഗത്തി ഐലൻഡിലേക്ക് കാലെടുത്ത് കുത്തുകയാണ്. ചെറിയൊരു എയർപോർട്ടാണ്. യാത്രക്കാർ കൂടുതലും അവിടെ ഉള്ളവരൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള സഞ്ചാരികളും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ലക്ഷദ്വീപിലേക്ക് എത്തി. അഗത്തി ഐലൻഡിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി 1-2 വീഡിയോസിൽ ഇവിടുത്തെ കാഴ്ചകളായിരിക്കും. അപ്പോൾ നമ്മളെ നാട് നമുക്കൊന്ന് അറിയാം. നോക്കുക, നമ്മുടെ നാട് പോലെ തന്നെ മണലിന് പ്രത്യേകതയുണ്ട്. പക്ഷേ നീല നിറം കാണാം വെള്ളത്തിന്. സാധാരണ ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അപ്പോൾ ഇവിടെ ഈ മണൽത്തരികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കടൽ തീരങ്ങളിലും കടലിൻ്റെ അടിത്തട്ടിലുമുള്ളത് പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞുണ്ടായ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ വെളുത്ത മണലാണെന്നാണ് മനസ്സിലാക്കുന്നത്. സൂര്യപ്രകാശം കടലിൻ്റെ അടിത്തട്ടിൽ ഈ വെളുത്ത മണൽത്തട്ടി തിരികെ പ്രതിഫലിക്കുമ്പോഴാണ് നീല നിറം കൂടുതൽ തെളിച്ചത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശവും കാണുന്ന മണ്ണും ഏറെക്കുറെ ഇങ്ങനെ ഒരു വെളുത്ത മണ്ണാണ്. പിന്നെ ഒരു പ്രത്യേകത, നമ്മളിവിടെ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കങ്ങനെ കാലിലങ്ങനെ സാധാരണ നമ്മൾ കടൽ തീരത്തിൽ ഇല്ലെന്നൊരു ഫീലില്ല. അപ്പോൾ അതൊരു സ്കൂളാണ് ആ കണ്ടത്. സ്കൂളുകൾക്കെല്ലാം ഒരു പ്രത്യേക നിറം അടിച്ചിട്ടുണ്ട് ഇവർ, പെട്ടെന്ന് മനസ്സിലാക്കുക. പുറത്തുനിന്ന് വരുന്നവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഒത്തിരി കടകളുണ്ട്, ഹോം സ്റ്റേസ് ഉണ്ട്, റിസോർട്ടുകളുണ്ട്. എല്ലാ വീട്ടിലും വണ്ടികളുണ്ട്, വാഹനമുണ്ട്, എല്ലാവർക്കും വാഹനമുണ്ട്. ആളുകളൊക്കെ നമ്മളോട് വളരെ കോപ്പറേറ്റീവാണ് കേട്ടോ. നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ലാംഗ്വേജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, നമ്മുടെ മലയാളത്തിൻ്റെ ചെറിയൊരു മാറ്റം. നമുക്ക് അവർ പറയുന്ന അത്ര ചില കാര്യങ്ങൾ മനസ്സിലാക്കില്ല, പക്ഷേ നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ മലയാളം. നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ നമ്മളോട് നമ്മുടെ ഭാഷയിൽ സംസാരിക്കാനായിട്ട്, മറുപടി തരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഞങ്ങളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളാണിങ്ങനെ അവിടെ കളിച്ച് നടക്കുന്നു. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ ഭാഗത്ത് ജസ്റ്റ് ഇറങ്ങിയതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി വിസിറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. അല്ലെങ്കിൽ ഇത് വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ്.
അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് കാഴ്ചകൾ, അതായത് ഈ റോഡ്, അതിൻ്റെ പരിസരം, നാട്, അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫുട്ബോൾ മത്സരമൊക്കെ നമ്മുടെ ലോകകപ്പൊക്കെ നടക്കുന്ന സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ കൊടികളും ഫ്ലെക്സ് ബോർഡുകളൊക്കെ ധാരാളം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ച സ്ഥലം. നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറക്കല്ലേ, കാണണം.